ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം സദൃശവാക്യങ്ങൾ 27-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭകളോടുള്ള ഒരു ദൂതാണ്. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കുക. ഇന്ന് സഭകളിൽ വരുന്ന മക്കളെ അവർ കുടുംബമായിട്ട് വന്നാലും ഒറ്റയ്ക്ക് വന്നാലും അവരുടെ അവസ്ഥ അറിയാനായിട്ട് സഭാ നേതൃത്വം ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. കാരണം പല സ്വഭാവത്തിലും പല തരത്തിലുള്ള ആളുകൾ സഭയിലേക്ക് വരും. നുഴഞ്ഞുകയറ്റക്കാർ വരും, വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വരുന്ന ആളുകളുണ്ടാവും. ഇത് തിരിച്ചറിയുവാനുള്ള വിവേകവും പരിജ്ഞാനവും സഭയിലുള്ള നേതൃത്വത്തിന് ആവശ്യമായിരിക്കുന്നുവെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിന് ശേഷം സഭകളിൽ വലിയ ചോർച്ച സംഭവിച്ചിട്ടുണ്ട്. സഭകളിൽ ഒത്തിരി വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവാചകൻ 34-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാണ് ഇടയനില്ലായ കൊണ്ടത്രേ എൻ്റെ ആടുകൾ കവർച്ചയായി പോവുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഒരു പെന്തക്കോസ്ത് സഭയിലെ സഹോദരൻ സാത്താൻ സേവക്കാരനായി മാറിയതിൻ്റെ പിന്നിൽ കുടുംബം മാത്രമല്ല ഉത്തരവാദി, തീർച്ചയായിട്ടും ആ സഭയ്ക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കഴിഞ്ഞ 7 മാസമായിട്ട് ആ ചെറുപ്പക്കാരൻ സഭയിൽ വരുന്നില്ല. അപ്പോൾ ആ സഭാ നേതൃത്വത്തിന് അതെന്താണെന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. സഭ അവൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ പോയിരുന്ന് ജാഗരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. എന്താണ് ആ സഭയിലുള്ള ഓരോ ആടുകളെയും വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കണം. ആ ഒരു ദൈവദാസൻ, സഭയെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സഭയെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ്റെ ഹൃദയത്തിൽ ആ സഭയിലുള്ള ഓരോ വ്യക്തികളും ഉണ്ടായിരിക്കണം. ആ വ്യക്തികളെ വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവാത്മാവ് അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. എലീശ എന്ന് പറയുന്ന പ്രവാചകൻ നയമാൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നയമാൻ കുറച്ച് വസ്ത്രങ്ങളും സ്വർണവും എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എലീശ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. നിർബന്ധിച്ചിട്ട് വാങ്ങിയില്ല. സമ്മാനം വാങ്ങി കണ്ണ് കുരുടാക്കാതെ അദ്ദേഹം അവിടുന്ന് പോയി. അദ്ദേഹം പറഞ്ഞയച്ചു. അങ്ങനെ നയമാൻ പോയി. അതിൻ്റെ പിന്നാലെ ഗേഹസി, തൻ്റെ ശിഷ്യനായിരുന്ന എലീശയുടെ ശിഷ്യനായിരുന്ന ഗേഹസിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട്, ഇത്രയും നല്ല സ്വർണ്ണവും ഇതൊക്കെ കിട്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കി കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഇവൻ എലീശ പ്രവാചകൻ അറിയാതെ വേറെ വഴിയായി ചെന്ന് നയമാനോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടതിന് ശേഷം ചില വിരുന്നുകാർ വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, നീ പോയിട്ട് കുറച്ച് വസ്ത്രവും കുറച്ച് സ്വർണവും കൂടി വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ എന്നെ അയച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നയമാൻ രഥത്തിൽ നിന്നിറങ്ങി ഇവന് വേണ്ട വസ്ത്രവും സ്വർണ്ണവും എല്ലാം കൊടുത്തു. ഗേഹസി അത് എലീശ അറിയാതെ ഒരു സ്ഥലത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നേരെ എലീശ പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ നീ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ ഞാനെങ്ങും പോയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, നിന്നെ എതിരേൽക്കുവാൻ നയമാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഹൃദയം നിന്നോട് കൂടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഒരു ദൈവദാസൻ തൻ്റെ സഭയിലുള്ള ആടുകൾ എന്താണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയുവാൻ തക്കവണ്ണം ദൈവാത്മാവ് അവനെ സഹായിക്കും, ദൈവദാസനെ സഹായിക്കും. പിറ്റേ ആഴ്ചത്തെ വചന ശുശ്രൂഷയിൽ അത് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ അവന് വാണിംഗ് കിട്ടും. അവൻ പോകുന്ന വഴികളെ വിട്ട് തിരിയുവാനും മാനസാന്തരപ്പെടുവാനും സഹായമാകും. എന്നാൽ ഇന്ന് സഭകളിൽ വെളിപ്പാടില്ലാത്തത് കൊണ്ട് ജനം മര്യാദ വിട്ട് നടക്കുന്നു. സഭകളിൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയിലെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ട വെളിപ്പാടുകൾ കൊടുത്താൽ അവർ തെറ്റുകളെ വിട്ട് മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞു വരും. ഇന്നത് കൊടുക്കുന്നില്ല. ഈ ചെറുപ്പക്കാരൻ പോയി ഒരു അപകടത്തിൽ ചാടി മാസങ്ങളായിട്ട് ആ സഭയിലേക്ക് ചെല്ലുന്നില്ല. ഈ എത്ര ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ഇടയനില്ലാതെ കൊണ്ടത്ര എൻ്റെ ആടുകൾ കവർച്ചയായി പോവുകയും എൻ്റെ ആടുകൾ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ശരിക്കും ഒരു ഇടയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, നമ്മൾ പ്രവചന പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ ഒരു ഇടയൻ തൻ്റെ ആടിനെ ഒരു കാട്ടുമൃഗം വന്ന് പിടിച്ചാൽ ആ കാട്ടുമൃഗത്തിൻ്റെ വായിൽ നിന്ന് അതിൻ്റെ കയ്യോ കാലോ കാതോ എങ്കിലും പറിച്ചെടുക്കും. എങ്ങനെയെങ്കിലും അതിന് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കും. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശുക്രിസ്തു ജീവൻ കൊടുത്തിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയത്. അങ്ങനെ ജീവൻ കൊടുത്ത് സ്വന്തം രക്തം ഊറ്റിക്കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ആടുകളെ ഒരു സഭയിൽ കൊണ്ടുവന്ന് ആക്കി വയ്ക്കുമ്പോൾ ആ സഭാ നേതൃത്വത്തിന് ആടുകളെക്കുറിച്ച് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. സഭാ നേതൃത്വം കണക്ക് കൊടുക്കേണ്ടവരാണ്. അഹരോൻ 12 ഗോത്രങ്ങളുടെയും ആ പേരെഴുതിയ മാർപതക്കം തൻ്റെ മാറിൽ ധരിച്ചുകൊണ്ടാണ് നടന്നത്. 12 ഗോത്രങ്ങളുണ്ട്, 1-2 ആളുകളല്ല, അത്രയും ഗോത്രത്തിൽപ്പെട്ട ആളുകളുടെ ഓരോ ഗോത്രത്തിനെയും പേരടങ്ങിയ മാർപതക്കം അവൻ്റെ മാറിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ ഒരു ദൈവദാസൻ ഒരു ശുശ്രൂഷ സഭയിൽ ചെയ്യുമ്പോൾ ആ സഭയിലുള്ള ഓരോ ആടുകളെയും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം മറുപടി കൊടുക്കും. ആടുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് പറ്റും. ഞങ്ങളെ ആ വീട്ടുകാരെ അറിയിച്ചില്ല, ഞങ്ങളെ ആ ചെറുപ്പക്കാരനെ അറിയിച്ചില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇന്ന് വളരെ ആ കാര്യത്തിൽ സഭാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവർക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഇവിടെ എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. കണക്ക് കൊടുക്കേണ്ടവരാണ് ആത്മീക നേതൃത്വം. വെറുതെ സഭയൊന്നും ഭരിച്ചുകൊണ്ട് പോയാലൊന്നും പറ്റുകയെന്നില്ല. ഒരു സഭയിൽ 100 പേരുണ്ടെങ്കിൽ 200 പേരുണ്ടെങ്കിൽ 300 പേരുണ്ടെങ്കിൽ കൂടുതൽ ഇടയന്മാരുണ്ടാകും. അല്ല 30, 20, 50, 40 ഒക്കെ ആണ് ഉള്ളതെങ്കിൽ അതിനൊരു മൂപ്പനോ അല്ലെങ്കിൽ ഒന്നിലധികം മൂപ്പന്മാരോ പാസ്റ്റർമാരോ ഉണ്ടാകും. അവർ കണക്ക് കൊടുക്കേണ്ടുന്നവരാണ്. ഒരാട് സഭയെ വിട്ട് പോകേണ്ടി വന്നാൽ അതിന് കണക്ക് കൊടുക്കണം. എന്തുകൊണ്ട് പോയി, എങ്ങനെ പോയി, എത്രമാത്രം അതിനുവേണ്ടി ജാഗരിച്ചു. എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു വീഴ്ചയിലകപ്പെട്ട് പോയപ്പോൾ സഭാ നേതൃത്വം അവനെ ഒരു രാത്രി മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്തു. നിനക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പറ്റിയത്? അവനെ വീണ്ടെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അന്ന് രാത്രിയിൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. വീണ്ടെടുക്കേണ്ടവരാണ് ഇടയന്മാർ. എവിടെയാണ് പിശാച് വല വിരിച്ചിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പോയി ചാടി അതിൻ്റെ വലയിൽ കുടുങ്ങിക്കഴിയുമ്പോൾ ആ വലയിൽ നിന്ന് വിടുവിക്കുവാനായിട്ടാണ് ഇടയന്മാരെ ദൈവം സഭകളിൽ ആക്കി വെച്ചിരിക്കുന്നത്. അതിന് പകരം അവരെ കുറ്റപ്പെടുത്തി അവരെ കുറച്ചുകൂടെ ഇൻസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യാനും സാത്താൻ സേവയ്ക്ക് പോകാനും ഒക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് വളരെ ഭയത്തോടെ ഈ നാളുകളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. സഭകളിൽ വരുന്നവരെ പോകുന്നവരെ അവരുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കാൻ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. ചില സഭകളിൽ യഹോവ സാക്ഷ്യക്കാരുണ്ട്, ചില സഭകളിൽ സാത്താൻ സേവക്കാരുണ്ട്, ചില സഭകളിൽ വെളിച്ചതൂതിൻ്റെ വേഷമെടുത്ത് വരുന്നവരുണ്ട്. ഇതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിക്കാൻ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ആ സഭാ നേതൃത്വത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ യഹോവ സാക്ഷ്യക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഉണ്ട്. അവർ എന്നെ കാണാൻ വന്നിരുന്നു. അവർ 1,44,000 പേരുടെ പട്ടികയിലുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നീട് എന്നോട് ചോദിച്ചു, ആരാണ്? ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയില്ല, നിങ്ങൾ ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞു, എങ്കിലും അത് വെളിപ്പെട്ട് കിട്ടുകയും അങ്ങനെ അവരെ ആ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. സഭാ നേതൃത്വം ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ്, നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കുക. ഇന്ന് വളരെ വിഷമമുണ്ട്. നമ്മുടെ മീഡിയകൾ വഴി കാണുന്ന ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴും വളരെ സങ്കടമുണ്ട്. ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാർ ജാഗ്രതയില്ലാത്തവരായിട്ട് ജീവിക്കുന്നു. അവരെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ട് ആടുകൾ ചെതറുന്നു. അവരെ കാട്ടുമൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകുന്നു. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, അവർ കൈ കഴുകുന്നു. എന്നാൽ ഇവർ കണക്ക് കൊടുക്കേണ്ടുന്നവരാകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, എൻ്റെ കർത്തൃദാസ, നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിങ്ങളുടെ ആടുകളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനും വളരെ ഭയത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. ഞാൻ ഒരു 7 വർഷം ഒരു സഭയിലിരുന്ന സമയത്ത് ഞാൻ ആ സഭയിലുള്ള ഓരോ വ്യക്തികളെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഭയിൽ അവിടെ എന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സഭയ്ക്ക് വേണ്ട ദൂത് കൊടുക്കുവാൻ എന്നെ ദൈവം ഉപയോഗിക്കുമായിരുന്നു. കർത്താവ് നല്ലവനാണ്. നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആടുകളുടെ അവസ്ഥ ദൈവം വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് തിരുവെഴുത്ത് ഓർപ്പിക്കുകയാണ്, നിൻ്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയുള്ളവനായിരിക്കുക. ഒരിടയന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഓരോ സഭകളെയും ദൈവം സഹായിക്കട്ടെ. ഈ നാളുകളിൽ വിശ്വസ്തന്മാർ എഴുന്നേൽക്കേണ്ട വലിയ ആവശ്യങ്ങളുണ്ട്. ഇന്നത്തെ വചനം അതിന് സഹായകരമായി തീരട്ടെ. ദൈവനാമം അത് മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ ആശീർവദിക്കപ്പെട്ട നല്ല ദിവസമായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ദൈവമേ, ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്ന മറ്റ് ഇടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നോവുകയും വേദനിക്കുകയും പിടയുകയും ചെയ്യുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. ആടുകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ജാഗ്രതക്കുറവ് കർത്താവെ, പ്രാർത്ഥനയിലുള്ള ഞങ്ങളുടെ ജാഗ്രതക്കുറവ് കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ജാഗ്രതക്കുറവൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ദൈവനാമം ഞങ്ങളുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന അടിയങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ കർത്താവെ. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു ഞങ്ങൾ വായിക്കുന്നു. കിഴക്കെന്നും പടിഞ്ഞാറും തെക്കൊന്നുമല്ല,
ദൈവമേ, അങ്ങയുടെ സന്നിധാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വരും. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, ആ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവകൃപ കൊടുക്കണമേ കർത്താവെ. അവരും കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും കൂടുതൽ പ്രശ്നങ്ങളും എല്ലാം അവർക്കും ഉണ്ട് കർത്താവെ. അങ്ങ് അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപയും അനുഗ്രഹങ്ങളും കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ശരിയായ നിലയിൽ സഭയെ പരിപാലിപ്പിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപ കൊടുക്കണമേ കർത്താവ്. വീഴാതെ വണ്ണം നീ ഞങ്ങളുടെ ദാസന്മാരെ കാത്തുകൊള്ളണമേ കർത്താവെ. ഈ ശുശ്രൂഷ ചെയ്യുന്ന എന്നെയും അവിടുന്ന് കാത്തുകൊള്ളണമേ കർത്താവെ. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനിടയാകണം. ഓരോ സഭയിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, യൗവനക്കാരെ ഓർത്ത് ഞങ്ങൾ ഭാരപ്പെടുന്നു കർത്താവ്. സഹായിക്കണമേ ദൈവമേ. നശിച്ചു പോകാതെ അങ്ങ് സൂക്ഷിക്കണമേ കർത്താവെ. അങ്ങ് ദൈവമേ, ഏതൊരു സംഘടനയുടെയും ബലമെന്ന് പറയുന്നത് യൗവനക്കാരാണല്ലോ കർത്താവെ. അതുപോലെ ഏതൊരു സഭയുടെയും നട്ടലെന്ന് പറയുന്നത് യൗവനക്കാരാണല്ലോ കർത്താവെ. ദൈവമേ, ആ സഭകളിൽ അവരെ ഉത്സാഹമുള്ളവരായി, അവർ എരിവുള്ളവരായി, അവർ ദൈവകൃപയിൽ വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് സഹായിക്കണമേ. പിശാചിനെ അവർ വിട്ടുകൊടുക്കാതെ വണ്ണം പരിശുദ്ധാത്മാവ് അവരെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കണമേ കർത്താവ്. ദൈവനാമം മഹത്വപ്പെടുവാനിടാകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്തായിട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.